ഹലോ എവരി വൺ, വെൽക്കം ടു മൈ ചാനൽ മാത്സിക്ക. നമ്മുടെ ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യണം, അതിനൊക്കെ തന്നെ ലൈക്ക് ചെയ്യണം, അതിനൊക്കെ തന്നെ ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഇന്ന് ന്യൂ ചാപ്റ്റർ ആണ് എടുക്കുന്നത്, അതായത് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അഥവാ AP എന്നുള്ള ഒരു ചാപ്റ്റർ ആണ് എടുക്കുന്നത്. നമുക്ക് ചെറുതായിട്ടൊന്ന് ഇൻട്രഡക്ഷൻ ഒന്ന് പറയാം, എന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഓക്കെ, അരിത്തമെറ്റിക് പ്രോഗ്രഷൻ, ഇതിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് ധാരാളം ചോദിക്കുന്നുണ്ട്. അപ്പം ഇത് പഠിച്ചിരുന്നാൽ നമുക്ക് ഫുൾ മാർക്ക് കിട്ടാവുന്ന ഒരു ചാപ്റ്ററുമാണ് ഈ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതൊക്കെ ഇൻട്രൊഡക്ഷൻ ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ടുള്ള CBSE ക്വസ്റ്റ്യന്റെ ആൻസർ ചെയ്യാം കേട്ടോ. അപ്പൊ എന്താണ് AP? AP is a sequence of numbers in which the difference between any two consecutive numbers is constant value. Consecutive numbers is constant value. നമുക്ക് എന്താ നോക്കാം. 2, 4, 6, 8, 10 etc. ഇങ്ങനെ ഒരു നമ്പേഴ്സ് തന്നു കഴിഞ്ഞാൽ നമുക്കത് AP ആണോ അല്ലയോ എന്നൊക്കെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം. അതായത് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ്, അടുത്തടുത്തുള്ള ഈ AP എന്ന് പറഞ്ഞാൽ അടുത്തടുത്തുള്ള നമ്പേഴ്സ് തമ്മിൽ ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും ഉള്ളത്. ഡിഫറൻസ് നോക്കുമ്പോൾ നമുക്ക് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും ഉള്ളത്. അതായത് 2, 4, 6, 8, 10 ഇതിന്റെ ഡിഫറൻസ് നോക്കിക്കാൻ നമ്മൾ 2ന്റെയും 4ന്റെയും ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ആണ് അല്ലെ. 6ന്റെയും 4ന്റെയും ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതും 2 ആണ്. 6ന്റെയും 8ന്റെയോ 2, ഇതിന്റെയും 2 ആണ്. ഇങ്ങനെ ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും ഇതിനുള്ളത്. അതായത് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ്, അതായത് അടുത്തടുത്തുള്ള നമ്പേഴ്സ് തമ്മിലുള്ള കോമൺ ഡിഫറൻസ് എപ്പോഴും നമുക്ക് സെയിം അഥവാ കോൺസ്റ്റന്റ് ആയിട്ട് വരികയാണെങ്കിൽ അത്തരം സംഖ്യകളെ നമുക്ക് എന്ത് പറയാം? AP എന്ന് പറയാം. ഇനി നമുക്ക് നോക്കാം. ഇപ്പൊ നമുക്ക് അടുത്തത് നോക്കാം. നമുക്ക് 5, 10, 15, 20, 25 etc. ഇതിൽ നോക്കിക്കേ, ഇതിന്റെ ടേംസ് നോക്കിക്കേ, അടുത്തടുത്തുള്ള ടേംസ് നോക്കിക്കേ. ഇതിന്റെ എന്താണ്? 10 - 5 എന്ന് പറഞ്ഞാൽ 5, 15 - 10 എന്ന് പറഞ്ഞാൽ എന്താണ്? 5, 20 - 5, 15 എന്ന് പറഞ്ഞാൽ 5, ഇതിന്റെയും 5 വരും അല്ലെ. ഇങ്ങനെ നമുക്ക് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള കോൺസ്റ്റന്റ് വാല്യൂവിനെ നമുക്ക് ഒരു പേര് പറയാം, കോമൺ ഡിഫറൻസ് എന്ന് പറയും. എന്താണ്? കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ D എന്നാണ്. അപ്പൊ D നമുക്ക് ഇനി D യെ കുറിച്ച്, അതായത് കോമൺ ഡിഫറൻസിനെ കുറിച്ച് നമുക്ക് പറയാം. നമുക്ക് പറയാനുള്ളത് കോമൺ ഡിഫറൻസിനെ കുറിച്ചാണ്. കോമൺ ഡിഫറൻസ്, കോമൺ ഡിഫറൻസിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ D എന്നാണ് അല്ലെ. ഈ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്പർ എടുത്ത് നോക്കാം. 2, ഇപ്പം 1, 2, 3, 4, 5, 6 നോക്കിക്കേ. ഇതിന്റെ നമ്മൾ പറഞ്ഞു ഇതിന്റെ ഇടയ്ക്കുള്ള, അതായത് അടുത്തടുത്ത് വരുന്ന സംഖ്യകൾ, അതായത് 2, 3, 4, 5, 6 ഇതിന്റെ ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ 1 ആയിരിക്കും. കണ്ടോ? 2ന്ന് 1 പോയ എത്രയാ? 1. 3ന്ന് 2 പോയ 1, 4ന്ന് 2 പോയ 1. അപ്പം ഇതാണ് നമുക്ക് കോമൺ ഡിഫറൻസ് അഥവാ D എന്ന് പറയുന്നത്. ഈ ഡിഫറൻസിനെയാണ്, അതായത് കോമൺ ഡിഫറൻസ് കാണുന്നത് എങ്ങനെയാണ്? നമുക്ക് കോമൺ ഡിഫറൻസ് അഥവാ D കാണുന്നത് നമുക്ക്, അതായത് രണ്ടാമത്തെ പദം, അതായത് സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം അല്ലെ. ഫസ്റ്റ് ടേം ആണ്. അതായത് 2 - 1 = എന്താണ്? 1 എന്ന് കിട്ടും. ഇതേപോലെ ഏത് സംഖ്യ തന്നാലും ഇപ്പൊ എന്താണ് 50, 50, 100, 150, 200 ഇതിനെയൊക്കെ തന്നു കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. ഇതിന്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക അഥവാ D കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവ തമ്മിലുള്ള ഡിഫറൻസ് അല്ലെ. ഇവ തമ്മിലുള്ള ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടും. 100 - 50, 100 - 50, 50. ഇതിൽ ഏത് ഇങ്ങനെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ
നമുക്ക് 50 തന്നെ കിട്ടും. ഇതാണ് കോമൺ ഡിഫറൻസ്. ഇനി നമുക്ക് പറയാനുള്ള ഈ കോമൺ ഡിഫറൻസ് പോസിറ്റീവ് വാല്യൂ ആകാം, നെഗറ്റീവ് വാല്യൂ ആകാം, സീറോ ആകാം. ഇതെന്താണ് പോസിറ്റീവ് വാല്യൂ, നെഗറ്റീവ് വാല്യൂ, സീറോ എന്ന് പറയുന്നത്? നമ്മളിപ്പം കണ്ടത്, ഇപ്പൊ നമുക്ക് ഒരു സംഖ്യ എടുത്ത് നോക്കാം. നമുക്ക് അതായത് 10, 20, 30, 40, 50 എക്സെട്ര ഇങ്ങനെ ഒരു ടേം തരുവാണ്. ഇതിന്റെ നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ച് നോക്കാം. കോമൺ ഡിഫറൻസ് ഡി മാത്രമാണ് എടുക്കുന്നത്. ഡി എന്ന് പറയുന്നത് നമുക്ക് നോക്കിക്കേ, ഇതിന്റെ കോമൺ ഡിഫറൻസ് അപ്പൊ 20 മൈനസ് 10 ഈക്വൽ ടു എത്രയാണ് കിട്ടുന്നത്? 10 കിട്ടും അല്ലെ? അത് കണക്ക് തന്നെ 30 മൈനസ് 20 ഒക്കെ എന്താണ് കിട്ടുന്നത്? കോമൺ ഡിഫറൻസ് 10 ആണ് കിട്ടുന്നത്. നേരെ മറിച്ച് നമുക്ക് 40, 30, 20, 10 ഇങ്ങനെയൊക്കെയുള്ള ടേം എടുത്ത് നോക്കിക്കേ, നമ്മള് 40, 30, 20, 10 ഇങ്ങനെ സോൺ അങ്ങനെ പോകുന്നു. അപ്പൊ അതാണ് നമുക്ക് അതിൽ നമുക്ക് സെക്കൻഡ്, അതായത് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. സെക്കൻഡ് ടേം ഏതാണ്? 30, 30 മൈനസ് ഫസ്റ്റ് ടേം വരുന്ന എന്താണ്? 40. ഇപ്പൊ ഇതിന്റെ എന്താണ്? 40 മൈനസ് 30 എന്ന് പറഞ്ഞാൽ എന്താണ്? 30 മൈനസ് 40 എന്ന് പറഞ്ഞാൽ 10 കിട്ടും. അപ്പൊ സിമ്പിൾ എന്ത് വരും? -10. അതായത് 30 മൈനസ് 40 ഈസ് ഈക്വൽ ടു -10 അല്ലെ? അത് കണക്ക് തന്നെ നമുക്ക് 20 മൈനസ് 30 ഏത് സംഖ്യ എടുത്താലും 20 മൈനസ് 30 ഇതും എന്താണ് വരുന്നത്? -10 വരും. അപ്പൊ എന്താണ്? ഇതിന് പോസിറ്റീവ് വാല്യൂ വന്നു, ഇതിനെന്താണ്? നെഗറ്റീവ് വാല്യൂ വന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ നമുക്ക് കോമൺ ഡിഫറൻസ് പോസിറ്റീവായി, നെഗറ്റീവായി. ഇനി നമുക്ക് സീറോ വാല്യൂ എങ്ങനെയാന്ന് നോക്കാം. ഇനി നമുക്ക് സീറോ വാല്യൂ നോക്കാം. സീറോ വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് 50, 50, 50, 50 ഇങ്ങനെ അങ്ങ് പോകുന്നു. ഇവ തമ്മിലുള്ള ഡിഫറൻസ് നോക്കിക്കേ, 0, 0, 0. അപ്പൊ ഇതെന്താണ്? കോമൺ ഡിഫറൻസ് നമുക്ക് സീറോയും വരാം. അപ്പൊ നമുക്ക് 3 വാല്യൂ ആണ് പറയുന്നത്. പോസിറ്റീവ് വാല്യൂ വരാം, നെഗറ്റീവ് വാല്യൂ വരാം, എന്താണ്? സീറോ വരാം അല്ലേ? അപ്പം ഇത്രയാണ് നമ്മൾ പറഞ്ഞ. ആദ്യം എ പി എന്താന്ന് പഠിച്ചു, കോമൺ ഡിഫറൻസ് എന്താന്ന് പഠിച്ചു. അതുകൊണ്ട് കോമൺ ഡിഫറൻസ് ഏതൊക്കെ വാല്യൂസ് വരാം? പോസിറ്റീവ് വാല്യൂ വരാം, നെഗറ്റീവ് വാല്യൂ വരാം, സീറോ വരാം. ഇതൊക്കെ മനസ്സിലായല്ലോ അല്ലേ? ഇനി നമുക്ക് അടുത്തത് ജനറൽ ഫോം ഓഫ് ആൻ എ പി. നമുക്ക് ഇനിയിപ്പോ പഠിക്കേണ്ടത് ജനറൽ ഫോം ഓഫ് ആൻ എ പി അല്ലേ? ജനറൽ ഫോം ഓഫ് എ പി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ടത് എന്താണ്? അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്താന്ന് കണ്ടു, കോമൺ ഡിഫറൻസ് കണ്ടു, അതിന്റെ വാല്യൂസ് പോസിറ്റീവ് വരാം, നെഗറ്റീവ് വരാം, സീറോ വരാം, ഇതൊക്കെ നമ്മൾ കണ്ടു. ഇനി ജനറൽ ഫോം നോക്കാം. ജനറൽ ഫോം എങ്ങനെയാണ് വരുന്നത്? എ പ്ലസ് ഡി, എ പ്ലസ് 2d, എ പ്ലസ് 3d എക്സെട്ര ഇങ്ങനെ സോൺ. അപ്പം നമുക്ക് ഇതാണ് അതിന്റെ ജനറൽ ഫോം. എ പിയുടെ ജനറൽ ഫോമിലെയാണ് ഇത്. എ പ്ലസ് ഡി, എ പ്ലസ് 2d, എ പ്ലസ് 3d. ഇത് നമുക്ക് എ ഈസ് ഈക്വൽ ടു 5ഉം ഡി ഈസ് ഈക്വൽ ടു 3യും തന്നാൽ നമുക്കൊരു എ പി എങ്ങനെയാണ് ഈ ഫോമിൽ വെച്ച് ചെയ്യുന്നത് നമുക്ക് നോക്കാം. എ എന്ന് പറയുന്ന 5 തന്നു കഴിഞ്ഞു. 5 എ പ്ലസ് ഡി, എ പ്ലസ് ഡി എന്ന് പറഞ്ഞാൽ എന്താ? എ 5 ആണ്, ഡി 3 ആണ്. എ പ്ലസ് ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? 5 പ്ലസ് 3 എന്താണ്? 8. പിന്നെയോ എ പ്ലസ് 2d, എ പ്ലസ് 2d എന്ന് പറഞ്ഞാൽ എ 5, എ പ്ലസ് 2d നമുക്ക് നോക്കാം. എ പ്ലസ് 2d എ 5 ആണ്, പിന്നെ 2 ഇൻറ്റു ഡി, 2 ഇൻറ്റു ഡി എന്ന് പറഞ്ഞാൽ എന്താ? 3. അപ്പം 5 പ്ലസ് 6 ഇസ് ഈക്വൽ ടു 11 അല്ലേ? അപ്പം 11. ഇനി അടുത്തതോ എ പ്ലസ് 3d, എ പ്ലസ് 3d നമുക്ക് കണ്ടു നോക്കാം. എ പ്ലസ് 3d, 3d എന്ന് പറഞ്ഞാൽ എന്താണ്? എ എന്ന് പറഞ്ഞാൽ 5, 3 ഇൻറ്റു ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? 3 അല്ലേ? അപ്പൊ 5 പ്ലസ് 9, 5 പ്ലസ് 9 എന്ന് പറഞ്ഞാൽ എന്താ? 14 അല്ലേ? അപ്പം 14 എക്സെട്ര. നമുക്ക് ഇതുപോലെ ഏത് ടേം വേണേലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പം 5 എ 5ഉം ഡി 3യും തന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ നോക്കിക്കേ, 5, 8, 11, 40. ഇതിന്റെ ഇടയിലുള്ള കോമൺ ഡിഫറൻസ് നോക്കിക്കേ, ഇതിന്റെ 3 ആണ്, ഇതിന്റെ 3 ആണ്, ഇതിന്റെ 3 ആണ് അല്ലെ? അപ്പൊ നമുക്കൊരു ജനറൽ ഫോർമുല തന്ന് പിന്നെ അറിയാമെങ്കിൽ നമുക്ക് ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസ് തന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു എ പി കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇപ്പൊ എ പ്ലസ് 3d, എ പ്ലസ് 10 ആണെങ്കിൽ എങ്ങനെ നമുക്ക് എഴുതാം? എ പ്ലസ് 9d അല്ലേ? എ പ്ലസ് 9d അത് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഇങ്ങനെ ഓരോ ടേം, ഏത് ടേം വേണേലും നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഈ ജനറൽ ഫോം വെച്ചുകൊണ്ട് നമുക്ക് പറ്റും. അപ്പൊ ഇനി നമുക്ക് അടുത്തത് പറയാനുള്ളത് നമുക്ക്
എന്താണ് എന്ത് ടൈം? എന്ത് ടൈം തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഫൈനൈറ്റ് എ പി, ഇൻഫിനിറ്റ് എ പി, അത് നമ്മൾ പറഞ്ഞില്ല, അത് നമുക്കൊന്ന് പറയാം കേട്ടോ. ഇൻഫിനിറ്റ് എ പി ആൻഡ് ഫൈനൈറ്റ് എ പി. ഇൻഫിനിറ്റ് എ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു സീരീസ് എടുത്തു കഴിഞ്ഞാൽ 2, 4, 6, 8 എക്സെട്ര ഇങ്ങനെ പോകുന്നു. അപ്പം നമുക്ക് ഫൈനൈറ്റ് എ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫിക്സഡ് ടൈം ആണ് 7, 11, 15, പിന്നെ 19. അപ്പൊ ഇതിന് എന്താണ് ഒരു പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫൈനൈറ്റ് എ പി അത് ഇൻഫിനിറ്റ് എ പി എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റ് എ പിക്ക് ലാസ്റ്റ് ടൈം വരുന്നില്ല, ഒരു ഫിക്സഡ് ആയിട്ടുള്ള ലാസ്റ്റ് ടൈം നമുക്ക് തരുന്നില്ല. നേരെ മറിച്ച് ഒരു സീരീസ് ഇങ്ങനെ പോകുന്നതേ ഉള്ളൂ, അത് ലാസ്റ്റ് ടൈം അതിനകത്ത് ഇല്ല. നേരെ മറിച്ച് ഫൈനൈറ്റ് എ പി ആണെങ്കിൽ നമുക്ക് അത് ലാസ്റ്റ് ടൈം തരുന്നു, ഒരു ഫിക്സഡ് വാല്യൂ ഇതിന് ഉണ്ട്, ഒരു ഫിക്സഡ് ആയിട്ടുള്ള വാല്യൂ ഉണ്ട്. ഇതിനും അതില്ല, നമുക്ക് ലാസ്റ്റ് ടൈം തരുന്നില്ല, അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. ഇത് അങ്ങനെയല്ല, നമുക്ക് ഫിക്സഡ് വാല്യൂ തരും. അതാണ് ഫൈനൈറ്റ് എ പി, ഇൻഫിനിറ്റ് എ പി എന്ന് പറയുന്നത് കേട്ടോ. ഇത് ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ടൈം ഒന്ന് നോക്കാം. എന്ത് ടൈം ഓഫ് ആൻ എ പി എങ്ങനെയാണെന്ന് നോക്കാം. എന്ത് ടൈം ഓഫ് എ പി, എ പി എങ്ങനെയാ വരുന്നത് നമുക്ക് നോക്കാം. എന്താണ് an is equal to a plus n minus 1 into d. ഇതാണ് നമുക്ക് ഒന്ന് നോക്കിക്കേ. അതിനകത്ത് നമുക്ക് ഇപ്പം സെവന്ത് ടേമിന്റെ ആണ് എ പി കാണേണ്ടതെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? എ സെവന്ത് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം നമുക്ക്? എ പ്ലസ് എൻ മൈനസ് 1. എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സെവന്ത് ടേം ആണ് അല്ലേ? അപ്പം 7 മൈനസ് 1 ഇൻറ്റു ഡി വരും. അപ്പൊ എങ്ങനെയാണ്? എ പ്ലസ് 6d. അപ്പൊ എ സെവന്ത് ടൈം കാണണമെങ്കിൽ എന്താണ്? എ 6d. അതുപോലെ തന്നെ നമുക്ക് ഇത് ഒറ്റ സ്റ്റെപ്പിന് തന്നെ എഴുതാം. ഒരു 9th ടൈം ആണ് കാണേണ്ടതെങ്കിൽ, 9th ടൈം ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നതെങ്കിൽ എങ്ങനെ എഴുതാം? എ 9th ഈസ് ഈക്വൽ ടു എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി. എന്താണ് നമുക്ക് പറയുന്നത്? എ പ്ലസ് എൻ മൈനസ് 1. 9th ടൈം ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? 9th മൈനസ് 1 ഇൻറ്റു ഡി ഈസ് ഈക്വൽ ടു എ പ്ലസ് 8d അല്ലേ? നോക്കിക്കേ. അതുപോലെ തന്നെ നമുക്ക് ഇപ്പം 95 ടേംസിന്റെ ആണ് കാണാൻ പറയുന്നതെങ്കിലോ, 95th ടേംസ് ആണ് കാണാൻ പറയുന്നതെങ്കിലോ എ 95 എടുക്കുക. അപ്പം എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി ഇസ് ഈക്വൽ ടു എ പ്ലസ് എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 95 ടേംസിന്റെ ആണ്. അപ്പൊ 95 മൈനസ് 1 ഇൻറ്റു ഡി എത്രയാണ്? എ പ്ലസ് 94d. ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഏത് ടേമിന്റെ വേണമെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഇന്ന് നമുക്ക് പഠിച്ചത് ഒന്നുകൂടെ റിവൈസ് ചെയ്ത് നോക്കാം. അപ്പൊ ഇന്ന് നമുക്ക് പഠിച്ചിരിക്കുന്ന എ പി എന്താണെന്ന് പഠിച്ചു, കോമൺ ഡിഫറൻസ് എന്താണെന്ന് പഠിച്ചു, അതുകൊണ്ട് തന്നെ കോമൺ ഡിഫറൻസ് വാല്യൂ പോസിറ്റീവ്, നെഗറ്റീവ്, സീറോ അതിനെ കുറിച്ച് പഠിച്ചു. പിന്നെ ജനറൽ ഫോം ഓഫ് എ പി പഠിച്ചു. പിന്നെ എന്ത് ടൈം പഠിച്ചു. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ നിങ്ങൾ ഇത് ഒന്നും കൂടി വർക്കൗട്ട് ചെയ്ത് നോക്കണം. നമുക്ക് ഇനി ഒരു ഭാഗം കൂടെ പഠിക്കാനുള്ളൂ, അതായത് സമ്മ് കണ്ടുപിടിക്കുന്നത്. അതും കൂടെ നെക്സ്റ്റ് വീഡിയോയിൽ ഇടാം നമുക്ക്. എന്നിട്ട് അതിന്റെ പ്രോബ്ലം CBSE ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാം. ഓക്കെ, ഇതുവരെ ക്ലാസ് എല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ കാണുന്നവര് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുകൊണ്ട് തന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പം ഈ വീഡിയോ വാച്ച് ചെയ്തുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി.